അപ്പം നമ്മൾ ഈ സാധനം വാങ്ങിയിരിക്കുന്നു. അപ്പം ഇതാണ് ഐറ്റം. അപ്പം നമ്മൾ ഈ ചില സമയത്തൊക്കെ നമ്മൾ ഈ മീൻ പിടിക്കാനൊക്കെ തോഹയിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പൊതുവേ നമ്മൾ എന്താ പറയുക ഈ കൈ കൊണ്ടുള്ള ചൂണ്ടയാണ് എടുക്കുന്നത്. ഇതൊരു ചെറിയ പൈസ കിട്ടിയപ്പോൾ നമ്മളിങ്ങനെ മേടിച്ച് ഇതിനൊരു 20 റിയാൽ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇങ്ങനെ കിട്ടുന്നുണ്ടാവുന്ന കിട്ടുന്നുണ്ടാവും. ഇതതിൻ്റെ മറ്റേ സംഭവമാണ് തോന്നുന്നത്. ഇത് വർക്കിംഗ് തന്നെയാണ്. യെസ്, എൻ്റെ മൂലവിടെ 20 റിയാലിനൊക്കെ ഈ സാധനം നല്ല വേർത്താണ് ഉണ്ടല്ലേ. 20 റിയാലിനൊക്കെ വേർത്താണ്. പിന്നെ ഇതിൻ്റെ നങ്കീസ് വരുന്ന ഈ നൈസ് സാധനമാണ്. ഇതാണ് അതിൻ്റെ നങ്കീസ് വരുന്നത്. ചെറിയ പോയിൻ്റ് മേ ബി എത്രയാ, അതിൻ്റെ പോയിൻ്റ് ഇത് പറയുന്നില്ല. അപ്പം ഇതാണ് അതിൻ്റെ ഐറ്റം സാധനം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല മോഡൽ സാധനമാണ്. നല്ല പാക്കിംഗ് ഒക്കെ ആയിരുന്നു. 20 റിയാലാണെങ്കിൽ നാട്ടിലൊരു 400 സംതിങ് ഒക്കെ വരും. പിന്നെ ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 300 എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുക്കണം, എന്താണെന്നറിയില്ല. ഇതെങ്ങനെയാണ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ഇത് ഈ സാധനം ലോക്ക് ചെയ്യുന്ന സാധനമാണ്. ഈ സാധനം എല്ലാവരും നിങ്ങൾ കുറേ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ ഈ സാധനം ആദ്യമായിട്ട് മേടിക്കുന്നതാണ്. അപ്പം ഇത് ഇതിൻ്റെ ലോക്ക് ചെയ്യുന്ന സാധനം. പിന്നെ ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്. യെസ്, ഒന്ന് 2 3 4 5 ലീലാണ് വരുന്നത്. ഏകദേശം ഒരു 18 അടി, ഒരു 10 അടിയെങ്കിലും ഉണ്ടാവും മേ ബി. കുഴപ്പമൊന്നുമില്ല. ഒരു ഇന്ത്യൻ മണി ഒരു 400 റിയാലിനൊക്കെ അത്യാവശ്യം വേർത്താന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഐറ്റം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് തുണിയൊക്കെ ഇങ്ങനെ ആറിയിടാനൊക്കെ വേണ്ടിയിട്ട് എടുക്കുകയും ചെയ്യാം. അത്യാവശ്യം ഐറ്റമൊക്കെ ഉണ്ട്. ഇതാണ് ഐറ്റം. അപ്പോൾ ഇതങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. പിന്നെ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് യൂട്യൂബിലൊന്ന് പരത്തണം. ഇങ്ങനെയാണ് തോന്നിയത്. എങ്ങനെയാണ്? ഓക്കെ, ഇതിങ്ങനെ ടൈറ്റ് ആക്കലാണോ? എന്തായാലും നമ്മൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതും കൊണ്ടൊന്ന് ഫിഷ് ചെയ്യുന്ന വീഡിയോ കൂടി നമ്മളൊന്ന് കാണിച്ചു തരും. മേ ബി അവിടെ ഇരുട്ടായിരിക്കും. അപ്പോൾ ഇത് കൊളത്തണം, ഇതെങ്ങനെ ചൂണ്ടയിൽ ഇതാക്കണം എന്നൊക്കെ ഉള്ളത് നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ നോക്കണം. അപ്പോൾ അതും കൂടി ഇതാണ് കമ്പനി വരുന്നത്. കുഴപ്പമൊന്നുമില്ല, ഒരു അത്യാവശ്യം നല്ല കറങ്ങുന്നൊക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ. ജസ്റ്റ് ട്രയൽ ചെയ്യാണ്. ഇതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ഫിഷിംഗ് കൂടെ ഒന്ന് ചെയ്യണം. ഓക്കെ, ബൈ.